ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസമാണ് എമ്പുരാന്റെ ടിക്കറ്റുകൾ പുഷ്പ 2 പോലും കടത്തി വെട്ടിയിട്ട് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു റെക്കോർഡ് ആദ്യമായിട്ടൊരു മലയാള സിനിമക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പം 1-2 ദിവസമായിട്ട് ഞാൻ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുന്ന സമയത്ത് 27-ാം തീയതിയാണ് റിലീസ് വരുന്നത്. അന്നത്തെ ടിക്കറ്റുകൾ പോലും നമുക്ക് ലഭ്യമായിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് 27-ാം തീയതി അന്ന് നോക്കിയ സമയത്ത് ടിക്കറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ 28-ാം തീയതിക്കാണ് ബുക്ക് ചെയ്തത്. പിന്നെ ക്യാൻസൽ ആക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്തുള്ളത്, അതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതൊക്കെ പോട്ടെ. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നിപ്പം 27-ാം തീയതി റിലീസിംഗ് ഡേറ്റിന്റെ ടിക്കറ്റുകൾ, റിലീസിംഗ് ടൈമിലുള്ള ടിക്കറ്റുകൾ, ഫസ്റ്റ് ഷോന്റെ ടിക്കറ്റുകൾ പോലും എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ലഭ്യമായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പുറകിലുള്ള തന്ത്രം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ പറയും പോലെ പൃഥ്വിരാജിന്റെ വല്ല ഇല്ലുമിനാറ്റി കളികളായിരുന്നു ഈ ഒരു ബുക്ക് മൈ ഷോ ഒറ്റയടിക്ക് ഇത്രത്തോളം വലിയൊരു റെക്കോർഡ് എന്നുള്ള രീതിയിൽ ഫില്ലായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ തൻ്റെ പ്രൊഡക്റ്റിനെ എത്രത്തോളം ഡിമാൻഡ് കൂട്ടി അതിനെ വിറ്റഴിക്കാൻ എന്നുള്ളത് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിന് നല്ലോണം അറിയാം. മുമ്പ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഇതേ തന്ത്രം, ഇതെല്ലാം മറ്റൊരു രീതിയിൽ ഇതേ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. OTTക്ക് കൊടുക്കൂല, അല്ല OTTക്ക് കൊടുക്കും, തിയേറ്ററുകാർക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ അന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം അതേ രീതിയിൽ തന്നെയുള്ള ഒരു തന്ത്രം തന്നെയാണോ അദ്ദേഹം ഈ ഒരു സമയത്തും ഈ ഒരു ബുക്ക് മൈ ഷോ ആപ്പിലൂടെയും അദ്ദേഹം പ്രയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയാണ് ഇത്രയും ടിക്കറ്റുകൾ ഈ ഫില്ലാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ കുറെ ആളുകൾ എടുത്തത് തന്നെ ആയിരിക്കാം, പക്ഷെ എന്നാലും ഇത്രത്തോളം ആളുകൾ ബൾക്കായിട്ട് ടിക്കറ്റ് എങ്ങനെ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. പിന്നെ അതുകൂടാതെ സിനിമ ഈ ഒരു ഹൈപ്പിനനുസരിച്ച് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.